മഴയിൽ ആലുവ എറണാകുളം റോഡിൽ വെള്ളക്കെട്ടുണ്ടായി. ആലുവ പുളിഞ്ചോട് പഴയ റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. സമീപത്തെ വീടുകളിലും കടകളിലും വെള്ളം കയറി. കലൂർ കടവന്ത്രയിലും വെള്ളക്കെട്ട് രൂക്ഷമായി. കല്ലൂർ ആസാദ് റോഡിൽ നിന്നും റിയ ബേബി ചേരുന്നു. റിയ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ അവിടെയൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നല്ലോ. ഇപ്പൊ എന്താ സ്ഥിതി റിയ? മോദി, കൊച്ചിക്കാർക്ക് അത്ര നല്ല മോർണിംഗ് അല്ല ഈ കുറച്ച് ദിവസമായിട്ട്. എല്ലാവരും വെള്ളക്കെട്ടിലാണ്. വെള്ളത്തിൽ കൂടെ, ഈ അഴുക്ക് വെള്ളത്തിൽ കൂടെ നീന്തി നടന്നൊക്കെ വേണം പലർക്കും ഓഫീസുകളിലേക്കും ജോലി സ്ഥലത്തിലേക്കും ഒക്കെ എത്താൻ. അങ്ങനെ ഒരു ദുരിതം പിടിച്ച രാവിലെകളൊക്കെയാണ് കൊച്ചിക്കാർ കഴിഞ്ഞ 2-3 ദിവസമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആലുവ പുളിഞ്ചോട് ഭാഗത്തുള്ള റോഡുകളിലാണ് വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. കടകളിലേക്ക്, വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. മഴ മാറി നിന്നിട്ടും ആ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ, ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വെള്ളക്കെട്ടാണ് ആലുവ പുളിഞ്ചോട് മേഖലയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ കാനകളുടെ നവീകരണം തന്നെയാണ് അവിടെ ആളുകൾ ഉന്നയിക്കുന്നത് ഈ വെള്ളക്കെട്ടിന് കാരണമായി. ഒപ്പം തന്നെ ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ അടക്കമുള്ള മേഖലയിലും ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് അടക്കമുള്ള മേഖലകളിലൊക്കെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കലൂർ ആസാദ് റോഡ് അടക്കമുള്ള ഇടറോഡുകൾ, സ്റ്റേഡിയം ലിങ്ക് റോഡ് അടക്കമുള്ള മേഖലകളിൽ മഴ മാറി നിന്നിട്ടും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് നടന്നു പോകാം. ഈ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസകരം. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ആലുവ പുളിഞ്ചോട് ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ അടക്കമുള്ള ഇടങ്ങളിലാണ് വെള്ളക്കെട്ട് ഇപ്പോഴും അതിരൂക്ഷമായി തന്നെ തുടരുന്നത്. ശരി റിയ.